ഇന്റേണൽ അപ്ലോഡ് ചെയ്യാനായിട്ട് ഫാക്കൽറ്റി ലോഗിനിൽ മൈ കമ്മ്യൂണിറ്റീസ് സെലക്ട് ചെയ്യാം. ഇതിൽ കോഴ്സ് കമ്മ്യൂണിറ്റീസ് ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. അപ്പോൾ ഇതിൽ നമ്മുടെ ഫസ്റ്റ് സെമ്മ് കുട്ടികൾ ഓൾറെഡി പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഈ ലിസ്റ്റിൽ ആ കുട്ടികളുടെ കമ്മ്യൂണിറ്റി ഉണ്ടാവില്ല, ഫസ്റ്റ് സെമ്മിലെ കമ്മ്യൂണിറ്റി ഉണ്ടാവില്ല. ഈ ഷോ ഫിൽറ്ററിൽ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഓർ പ്രീവിയസ് കോഴ്സസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അതിൽ പ്രീവിയസ് കോഴ്സ് സെലക്ട് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് സെം കുട്ടികളുണ്ടായിരുന്ന പേപ്പറിൻ്റെ പേര്, ആ കോഴ്സിൻ്റെ പേര് നമുക്ക് ഇവിടെ കാണാം. ഇതിൽ നോക്കിയെടുത്താൽ മതി, പേപ്പറിൻ്റെ പേര് നോക്കിയിട്ട് വൃത്തിയായിട്ട് സെലക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ എൻവയോൺമെൻറ്റൽ കെമിസ്ട്രി എന്ന് പറയുന്നത് ഫസ്റ്റ് സെമ്മിലുണ്ടായിരുന്ന ഒരു പേപ്പറായിരുന്നു. അതേപോലെ ഇനോർഗാനിക് കെമിസ്ട്രി വേണം. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കുട്ടികളുടെ ലിസ്റ്റ് വരും. അതിലുള്ള ഫാക്കൽറ്റി ലിസ്റ്റൊക്കെ കാണാം. ഇത് വന്നു കഴിഞ്ഞതിന് ശേഷം ലെഫ്റ്റ് സൈഡിലുള്ള ഈ ബാറിൽ ഇൻറ്റേർണൽ മാർക്ക് എന്ന ഓപ്ഷൻ വേണം. കമ്മ്യൂണിറ്റി എടുത്തതിന് ശേഷം ഇൻറ്റേർണൽ മാർക്ക് കൊടുക്കുക. അപ്പോൾ ഇൻറ്റേർണൽ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഇവിടെ ആ പേപ്പറിൻ്റെ ഇൻറ്റേർണൽ മാർക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ടൈല് വന്ന് നടക്കുന്നുണ്ടാവും. ഇതിൽ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം കുട്ടികളുടെ പേരും രജിസ്റ്റർ നമ്പറും പിന്നെ ഫൈനൽ ടോട്ടൽ മാർക്ക് എത്രയാണെന്നുള്ള നമുക്ക് അവിടെ 30 എൻ്റർ ചെയ്യാൻ പറ്റും. ഇത് ഫുള്ള് കൊടുത്തതിന് ശേഷം ഇത് സബ്മിറ്റ് ചെയ്യാം. അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സബ്മിറ്റ് ആയിക്കോളും. സബ്മിറ്റ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് HODയുടെ ലോഗിനിൽ HODക്ക് അത് വെരിഫൈ ചെയ്യാനും പറ്റും. സബ്മിറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് വേണമെങ്കിൽ അത് ഈ പ്രിന്റ് കൊടുത്താൽ പ്രിന്റ് ചെയ്തിട്ട് അതിൻ്റെ കോപ്പി എടുത്ത് വയ്ക്കാൻ പറ്റും. ഇങ്ങനെയാണ് ഇന്റേണൽ അപ്ലോഡ് ചെയ്യേണ്ടത്.